നമുക്ക് അതായത് നമ്മൾ ആറ്റംസ് ആദ്യം ബ്രീഫ് ചെയ്ത് ആറ്റംസിൻ്റെ മോഡൽസ് അല്ലേ, തോംസൺ മോഡൽ, റുദർഫോർഡ് മോഡൽ, പിന്നെ ബോർ മോഡലെത്തി. ഇതിൽ ഏത് മോഡലാണ് നമ്മൾ ന്യൂക്ലിയർ കണ്ടുപിടിച്ചത്? റുദർഫോർഡ് മോഡലാണ് ന്യൂക്ലിയർ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് നമ്മളതിനെ ന്യൂക്ലിയർ മോഡലെന്നും വിളിച്ചത്. ഓക്കെ, അവിടുന്ന് നമ്മൾ മറ്റേ ഓരോന്നിൻ്റെ റേഡിയസ് കണ്ടുപിടിച്ചു അല്ലേ, അറ്റോമിക് റേഡിയസ്. നമ്മളൊരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ നടുക്ക് എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു, ചുറ്റിനും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുമെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ഓർബിറ്റിലാണ് അടുത്ത് കിടന്ന് കറങ്ങുന്നത്. ഒരു ഓർബിറ്റിലെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പിന്നെ എനർജിയുടെ ഇക്വേഷൻ, അത് ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അങ്ങനെ ഓരോ ഇക്വേഷൻസ് കണ്ടുപിടിച്ചു അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബോറിൻ്റെ ഒരു ബോറിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റുലേറ്റ് അത് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ L=NH/2πയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് നമ്മൾ mvr=NH/2π എന്നൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇതെല്ലാം ഡിറൈവ് ചെയ്തത്. അങ്ങനെയാണ് അവിടെ എത്തിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എനർജി ഡിഫറൻസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, സ്പെക്ട്രൽ ലൈൻസ് പറഞ്ഞു. അതായത് ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസ് ചാടുമ്പോഴേക്കും അവിടെ ഉണ്ടാകുന്ന എനർജി ഡിഫറൻസും അതിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷനെ കുറിച്ചുകളൊക്കെ പറഞ്ഞു. അതിൻ്റെ ലാംഡ കണ്ടുപിടിച്ചു അല്ലേ, ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. നമ്മൾ അതിൻ്റെ 2 ക്വസ്റ്റ്യൻ ഇന്നലെ ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ അത്രയാണ് നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ആറ്റത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ആറ്റത്തിൽ നമ്മൾ അടുത്ത് വെക്കുന്നത് ന്യൂക്ലിയസിലേക്കാണ്. ഈ ആറ്റത്തിൻ്റെ സൈസ് പറഞ്ഞ് ഓർമ്മയുണ്ടോ? നമ്മൾ ആറ്റത്തിൻ്റെ സൈസ് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി ഒരു സൈസ് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? 10⁻⁻10 മീറ്റർ, അല്ലെങ്കിൽ നമ്മൾ ആംസ്ട്രം എന്ന് വിളിക്കുന്ന ഒരു സൈസാണ് നമ്മൾ എന്തിൻ്റെ കേസിൽ പറഞ്ഞത്? ആറ്റത്തിൻ്റെ കേസിൽ പറഞ്ഞത്. അതേസമയം ന്യൂക്ലിയയുടെ സൈസ് കണ്ടുപിടിച്ച് ഓർമ്മയുണ്ടോ? 10⁻⁻14 ×−15 ×−15 മീറ്റർ. ഈ ഒരു സൈസ് റേഞ്ചാണ് നമ്മൾ ന്യൂക്ലിയസിൻ്റെ കേസിൽ പറഞ്ഞത്. ഇപ്പോൾ ഇവർ രണ്ടും കൂടെ 10⁻5 മീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഇവരുടെ കമ്പാരിസൺ പറയുന്നത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയവും ഒരു ഫുട്ബോളും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഫുട്ബോളിനെ നമുക്ക് ന്യൂക്ലിയസ് ആയിട്ടും ഈ ഫുട്ബോൾ സ്റ്റേഡിയത്തിനെ നമുക്ക് ആറ്റമായിട്ടും കമ്പയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ന്യൂക്ലിയസിൻ്റെയും ഇവരുടെ കമ്പാരിസൺ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ എത്തുന്നത് ന്യൂക്ലിയസിലേക്കാണ്. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോഴേക്കും ഒരു എലമെൻറ്റിൻ്റെ ക്യാരക്ടർ തീരുമാനിക്കുന്നത് അവൻ്റെ ന്യൂക്ലിയസ് ആണ് അല്ലേ. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്, പക്ഷേ നമ്മളുടെ ക്യാരക്ടർ, നമ്മളുടെ ബിഹേവിയർ എല്ലാം തീരുമാനിക്കുന്ന ആരാണ്? കേട്ടില്ല? DNA. പക്ഷേ ഏത് ഓർഗനാണ്? അത് ബ്രെയിനാണ്. നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതേപോലെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നത് ആക്ച്വലി ആരുടെ ആയിരിക്കണം? അത് ന്യൂക്ലിയസിൻ്റെ സ്വഭാവമായിട്ടാണ് ഒരു ആറ്റം കാണിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മളൊരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. പുറത്ത് ഇലക്ട്രോണിൽ എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട് ആറ്റത്തിൽ എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോൺ നമുക്ക് എടുത്ത് മാറ്റാനും തിരിച്ചുകൊണ്ട് വയ്ക്കാനൊക്കെ സാധിക്കും. നമ്മളിത് പറഞ്ഞിട്ടുള്ളൂ, ഒന്നൊരു പറയാം. അതായത് ഇപ്പോൾ ഞാൻ ഒരു ഹീലിയത്തിന് എടുക്കുന്നു. ഹീലിയത്തിന് നമ്മൾ He2 എന്നാണ് നമ്മൾ ഹീലിയത്തിന് എഴുതാറ്. അതിൻ്റെ അർത്ഥം ഹീലിയത്തിന് 2 പ്രോട്ടോൺ ഉണ്ട്, 2 ന്യൂട്രോൺ ഉണ്ടെന്നാണ് പറയാറ്. ഇനി ഒരുമാതിരിപ്പെട്ട ആറ്റംസ് എല്ലാം ആറ്റങ്ങൾ നമ്മൾ ചുമ്മാ ഹീലിയം എന്ന് പറയുമ്പോഴേക്കും അവൻ ന്യൂട്രൽ ആയിരിക്കും. വെറുതെ ഹീലിയം എന്ന് പറയുന്നു. അപ്പോൾ അവൻ എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിലുള്ള പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എന്തായിരിക്കും? ന്യൂട്രലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവന് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ അത് 2 പ്രോട്ടോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ അവന് 2 പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഒരു ഹീലിയം എടുക്കുമ്പോഴേക്കും അവന് 2 ഇലക്ട്രോണും ഉണ്ടാവണ്ടേ അല്ലേ. 1 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ. അപ്പോൾ 2 ഇലക്ട്രോണും ഉണ്ട്, 2 പ്രോട്ടോണും ഉണ്ട്. ആർക്ക്? ഹീലിയത്തിന്. ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഒരു പ്രോട്ടോൺ എടുക്കുന്നു, ന്യൂട്രൽ ആയിട്ടുള്ളൊരു പ്രോട്ടോണെ എടുക്കും. അവന് 2 പ്രോട്ടോൺ ഉണ്ട്. 2 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അവൻ ന്യൂട്രൽ ആവണമെങ്കിൽ അവൻ എന്തുണ്ടാവണം? 2 ഇലക്ട്രോണും ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഈ 2 ഇലക്ട്രോണുള്ള സമയത്താണ് നമ്മൾ അവനെ ഹീലിയം എന്ന് വിളിക്കുന്നത്. അതേസമയം ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ എടുത്ത് മാറ്റി എന്ന് കരുതാം. ഒരു ഇലക്ട്രോണിനെ ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ ഇവൻ്റെ ഇലക്ട്രോണിൻ്റെ ചാർജ് അല്ലെങ്കിൽ ഇവൻ്റെ ചാർജ് എന്തായി മാറി? 1 E ആയി. 2 E ആയിരുന്നത് 1 E ആയി മാറി. അപ്പോൾ നമ്മൾ ഇവൻ എഴുതുന്നത് He+ എന്ന് എഴുതും അല്ലേ. നേരത്തെ എഴുതിയത് എങ്ങനെയാണ്? He എന്ന് എഴുതും, കാരണം ഇവൻ ന്യൂട്രലായിരുന്നു. അതേസമയം ഇപ്പം നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? He+ എന്ന് എഴുതി അല്ലേ. He+ എന്ന് എഴുതിയ കാരണം എന്താ? ഒരു ഇലക്ട്രോൺ പോയി. പക്ഷേ ഈ ഇലക്ട്രോൺ പോയെന്ന് പറഞ്ഞ് ഹീലിയം അല്ലാണ്ടായിട്ടുണ്ടോ? ഇല്ല, ഹീലിയം തന്നെയാണ്. പക്ഷേ ഇലക്ട്രോൺ ഒരെണ്ണം പോയി, എന്നാലും ഹീലിയം ആര് തന്നെയാണ്? ഹീലിയം തന്നെയാണ്. അതേസമയം ഞാനിവൻ്റെ ന്യൂക്ലിയസ് പൊളിച്ച് ഒരു പ്രോട്ടോണിനെ എടുത്ത് കളയുമെന്ന് വിചാരിക്കുക. ഒരു പ്രോട്ടോണിനെ മാറ്റി 2 പ്രോട്ടോണിനെ മാറ്റിയിട്ട് ഞാൻ ഒരു പ്രോട്ടോണിനെ മാത്രം ആക്കിയെന്ന് വിചാരിക്കുക. എങ്കിൽ ഇവൻ ഇനി ഹീലിയം അല്ല. ഇവനിനി ആരാണ്? ഒരു പ്രോട്ടോണേ ഉള്ളൂ. ഒരു പ്രോട്ടോണിലേക്ക് അവൻ ആരാണ്? ഹീലിയം അല്ല. അവനാരാണ്? അവൻ ഹൈഡ്രജനാണ്. മനസ്സിലായോ? അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ആൾക്കാരാണ് ഒരാൾ ആരാണെന്ന് തീരുമാനിക്കുന്നത്. ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ആൾക്കാരാണ്. അത് ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. നമുക്ക് ന്യൂട്രോണിലേക്ക് വരാം.
ഇപ്പോൾ തൽക്കാലം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് പ്രോട്ടോണിനെ മാത്രമാണ്. ഓക്കെ, അപ്പം നമ്മൾ റൂദർഫോർഡിൽ നിന്ന് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു, ന്യൂക്ലിയസിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പ്രോട്ടോണിലേക്ക് എത്തുന്നത്. അല്ല, ന്യൂക്ലിയസിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ അകത്ത് പ്രോട്ടോൺ ആണ് ഉള്ളത്. ഇലക്ട്രോൺ പോയാലും കുഴപ്പമില്ല. ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചാർജിൽ വ്യത്യാസം ഉണ്ടാകും. ന്യൂട്രലായിരുന്ന ആൾ പോസിറ്റീവ് ആവാൻ തുടങ്ങും ഇലക്ട്രോൺ പോകുന്നതനുസരിച്ച്. ഇപ്പം ഞാൻ ന്യൂട്രലാണ്, എൻ്റെ നിന്നൊരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പോകുക എന്ന് പറയുമ്പോഴേക്കും എൻ്റെ നിന്നൊരു നെഗറ്റീവ് ചാർജ് പോകുക എന്നാണ് അർത്ഥം. നെഗറ്റീവ് ചാർജ് പോകുക എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പോസിറ്റീവ് ആകുക എന്നോ അതിനർത്ഥമുണ്ട് അല്ലേ? ഇപ്പോൾ നിങ്ങൾ ന്യൂട്രലാണ്, അഭിഷേക് ന്യൂട്രലാണ്. അഭിഷേകിന് ഞാനൊരു ഇലക്ട്രോൺ കൊടുത്തെന്ന് വിചാരിക്കുക, നിനക്ക് എന്ത് ചാർജ് ആവും? പിന്നെ എന്ത് ചാർജ് ആവും? പോസിറ്റീവാണ്. ഇലക്ട്രോൺ തന്നു കഴിഞ്ഞാൽ നെഗറ്റീവാണ്. ഉറപ്പാണോ? ഉറപ്പിക്കും. ഞാനെങ്കിൽ ന്യൂട്രലാണ്, ഞാൻ ഒരു ഇലക്ട്രോണും തന്നു, എന്ത് ചാർജ് ആവും? നെഗറ്റീവ് ചാർജ് ആവും അല്ലേ? ഇലക്ട്രോൺ പോയാൽ അത് പോസിറ്റീവ് ചാർജും, ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ചാർജുമാണ്. അത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ പ്രോട്ടോൺ പോകാനോ വരാനോ സാധിക്കില്ല. പ്രോട്ടോൺ പോയി കഴിഞ്ഞാൽ ആൾ മൊത്തത്തിൽ മാറിപ്പോകും. മനസ്സിലായി? പ്രോട്ടോൺ പോകുകയും വരികയും ചെയ്യാം, പക്ഷേ പ്രോട്ടോൺ പോയി കഴിഞ്ഞാൽ സംഭവിക്കും, ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ആൾ മാറും. അങ്ങനെ ടോട്ടൽ സ്വഭാവം തന്നെ മാറിപ്പോകും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ഇത്രയും നേരം കൊണ്ട് നമ്മൾ പഠിച്ചൊരു സംഭവം അതാണ്. ഇനി നമ്മളൊരു ഇതിനകത്ത് നമ്മൾ നെക്സ്റ്റ് പിന്നെ പറയാം. ഓക്കെ, ഒരു എലമെൻറ്റിനെ നമ്മൾ സാധാരണ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ലൈക്ക് നമ്മളിപ്പം പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ള എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക് നമ്പറിൻ്റെ അല്ലേ? നിങ്ങൾ ഈ നമ്മുടെ മറ്റേ ആ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുന്ന കുറേ ഇത് പഠിച്ചിട്ടുണ്ടാകും. മെൻഡലീഫ് മോഡൽ അല്ലെ, ലോ ഓഫ് ഒക്ടേവ്സ്, ട്രയാഡ്സ്, അങ്ങനെ കുറേ സാധനമൊക്കെ പഠിച്ചിട്ടാണ് അവസാനം മോസ്റ്റ്ലിയുടെ ഒരു മോഡൽ വരുമ്പോഴാണ് അറ്റോമിക് നമ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് പറയുന്നത്, ഈ പീരിയോഡിക് ടേബിൾസിൽ ആറ്റംസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ആറ്റത്തിൻ്റെയും ബേസ് അവൻ്റെ അറ്റോമിക് നമ്പറാണ് അല്ലേ? അറ്റോമിക് നമ്പറാണ്. ഒരു ആറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലോ. എങ്ങനെയായിരുന്നു? എക്സ് ഇസഡ് എ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു ആറ്റത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് അല്ലേ? എക്സ് ഇസഡ് എ. അതിൽ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്. അതിൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ അത് മാസ് നമ്പറുമാണ്. ഓക്കെ, അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ, എ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ. തിരിഞ്ഞു പോരുത്. ഈ എ കാണുമ്പോഴേക്കും അറ്റോമിക് നമ്പർ എന്ന് എഴുതരുത്, തെറ്റിപ്പോകും കേട്ടോ. ഇസഡ് ആണ് അറ്റോമിക് നമ്പർ, എ ആണ് മാസ് നമ്പർ. ഓക്കെ, ഇതിൽ ഈ ഇസഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ നമ്പറാണ്? നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ എന്തിൻ്റെ നമ്പറാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അല്ലേ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഒരു ആറ്റം എടുത്താൽ ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിനുള്ളിലുള്ള പ്രോട്ടോണിൻ്റെ എണ്ണമാണ് എന്തെന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മാസ് നമ്പർ എന്താണെന്ന് ഓർമ്മയുണ്ടോ? മാസ് നമ്പർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കണം അവൻ വലുതാണ്. ഓക്കെ, അവൻ വലുതാണ്. ആരെക്കാളും വലുതാണ്? നമ്മളിവിടെ കൂടെയുള്ള ഒരു നമ്പർ, അടുത്തുള്ള നമ്പറിനെക്കാളും വലുതാണ്. അതായത് അറ്റോമിക് നമ്പറിനെക്കാളും വലുതാണ് മാസ് നമ്പർ. അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്പർ ഓഫ് പ്രോട്ടോൺസും ഉണ്ട്, നമ്പർ ഓഫ് ന്യൂട്രോൺസും ഉണ്ട്. രണ്ടും കൂടെ ചേർന്നിട്ടാണ് എന്ത് വരുന്നത്? മാസ് നമ്പറിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം ഒരു ആറ്റത്തിന് നമ്മൾ റെഗുലർലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എക്സ് ഇസഡ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും. അതിൽ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്, എ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പറുമാണ്. ഓക്കെ, അതിൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് മാത്രമാണ്. ഇനി നമ്പർ ഓഫ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസും ഉണ്ട്, നമ്പർ ഓഫ് ന്യൂട്രോൺസും ഉണ്ട്. ഓക്കെ, അതിന് എക്സാമ്പിൾ നമുക്ക് എഴുതാം. ഇപ്പം ഹൈഡ്രജനെ നമ്മൾക്ക് 1H1 എന്ന് നമ്മൾ ഹൈഡ്രജനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഹൈഡ്രജനെ നമ്മൾ 1H2 എന്ന് ചിലതിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, 1H3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ? ഇത് മൂന്നും അറിയാവോ ഏതൊക്കെയാണെന്ന്? ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജനാണ്. അതിൽ നമുക്കൊരു പോർഷൻ ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നമ്മൾ ഇതിൽ ഇപ്പോൾ എക്സിന് പകരമാണ് ഞാൻ ഈ എച്ച് എഴുതിയിരിക്കുന്നത് കണ്ടോ. അതിൽ ഇസഡിന് പകരമാണ് 1 എഴുതിയിരിക്കുന്നത്, എയ്ക്ക് പകരമാണ് 1 എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പുറത്ത് വരുമ്പോഴേക്കും ഇസഡിന് പകരം 1, എയ്ക്ക് പകരം 2, ഇസഡിന് പകരം 1, എയ്ക്ക് പകരം 3 എഴുതിയിരിക്കുന്നു. അപ്പോൾ ഹീലിയത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെ എഴുതാം? He2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? He2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴേക്കും അതിൽ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് 2, അതായത് ഹീലിയത്തിനുള്ളിൽ 2 പ്രോട്ടോൺ ഉണ്ട് അല്ലേ? ഹീലിയത്തിൻ്റെ മാസ് നമ്പറാണ് 4, അതായത് ഹീലിയത്തിനുള്ളിൽ 2 പ്രോട്ടോണും ഉണ്ട് അല്ലേ? ഇത് 2 പ്രോട്ടോൺ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. 2 പ്രോട്ടോൺ ഉണ്ടെന്ന്, 2 പ്രോട്ടോണും ഉണ്ട്, 2 ന്യൂട്രോണും ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരാളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എക്സ് ഇസഡ് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുമെങ്കിൽ He2 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ 2 എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്, അത് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. 4 എന്ന് പറഞ്ഞാൽ മാസ് നമ്പറാണ്, അത് നമ്പർ ഓഫ് എന്താണ്? പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ഈ അറ്റോമിക് നമ്പറും മാസ് നമ്പറും. ഇപ്പം എയും ഇസഡും എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു 2 ഓപ്ഷൻ പറയാം. ഓൾവേസ് എ ഗ്രേറ്റർ ദാൻ ഇസഡ്, ഇങ്ങനൊരു ഓപ്ഷൻ വരാം. ഇനി ബി ഓപ്ഷൻ ഓൾവേസ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ എന്ന് വരാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഇസഡ് ഇസ് ഈക്വൽ ടു എ എന്ന് വരാം. പിന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ
ഇസഡ് ഇസ് ഈക്വൽ ടു എ ഓർ ഇസഡ് ലെസ് ദാൻ എ, ഇങ്ങനൊരു ഓപ്ഷനും വരാം. ഇതിൽ ഏതാണ് ശരിയെന്ന് പറയാമോ? ഇസഡും എയും തമ്മിൽ നോക്കുക, മാസ് നമ്പരും അറ്റോമിക് നമ്പരും. ഓക്കെ, ഇതിൽ ആരാണ് യൂഷ്വലി വലുതായിട്ട് നമുക്ക് തോന്നാറ്? ആരാണോ യൂഷ്വലി വലുതായിട്ട് തോന്നാറ്? ഇസഡ് ആണോ എ ആണോ? എ ആണ് നമുക്ക് യൂഷ്വലി വലുതായിട്ട് തോന്നാറ്. ശ്രദ്ധിച്ചോണേ. അതായത് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പറാണ് അല്ലേ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ മാത്രമാണ് അല്ലേ? അതേസമയം എ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പറാണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 6 നമ്പറുണ്ട്. നമ്പർ ഓഫ് പ്രോട്ടോൺസും ഉണ്ട്, നമ്പർ ഓഫ് ന്യൂട്രോൺസും ഉണ്ട്. ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ നമ്പർ ഓഫ് ന്യൂട്രോൺ കൂടെ വരുന്നുണ്ട്. ആർക്ക്? മാസ് നമ്പറിൽ. അപ്പം നമുക്ക് യൂഷ്വലി നോക്കുമ്പോൾ നമുക്ക് തോന്നാം എ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഇസഡ് ആയിക്കൂടെ അല്ലേ? ഈ കേസിൽ നോക്കിയാൽ ഹീലിയത്തിൻ്റെ കേസിൽ ഇവിടെ എ ആണോ വലുത് ഇസഡ് ആണോ വലുത്? ആരാണോ വലുത്? എ ആണോ വലുത്? എ ആണ് വലുത്. അപ്പോൾ ഈ കേസിൽ എ ഗ്രേറ്റർ ദാൻ ഇസഡ് ആണ്. ഇവിടെ നമുക്ക് എഴുതാം എ ഗ്രേറ്റർ ദാൻ ഇസഡ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെയോ? ഇവിടെയും എ ഗ്രേറ്റർ ദാൻ ഇസഡ് ആണ്. ഇവിടെയും എന്ത് തന്നെയാണ്? എ ഗ്രേറ്റർ ദാൻ ഇസഡ് ആണ്. ഇവിടെയോ? എ ഈക്വൽ ടു ഇസഡ് ആണ് അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ എന്തുകൊണ്ട് എ ഈക്വൽ ടു ഇസഡ് വന്നു? 1H1 ആണ്, ശരിയാണ് അല്ലേ? 1H1 എന്ന് എഴുതി. എന്തുകൊണ്ട് എ ഗ്രേറ്റർ മീൻസ് എയും ഇസഡും സെയിം വന്നു? അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കും? ഇവിടെ ഒരു പ്രോട്ടോൺ ഉണ്ട് അല്ലേ? അതാണ് ഇസഡ് 1 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ എയും 1 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ന്യൂട്രോൺ ഉണ്ടോ ഇല്ലയോ? പ്രോട്ടോൺ എന്തായാലും ഉണ്ട് അല്ലേ? പ്രോട്ടോൺ ഉണ്ട്, അതിൻ്റെ നമ്പർ ആണ് ഈ 1 വന്നിരിക്കുന്നത് അല്ലേ? പക്ഷെ ഇവിടെ ന്യൂട്രോൺ ഇല്ല. ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 0 ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇസഡും എയും 1 വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ നോക്കിയാടാ, ഇവിടെ ഇസഡ് 1 വന്നു, എ എന്ന് പറഞ്ഞാൽ 2 വന്നു അല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൽ ഒരു പ്രോട്ടോൺ ഉണ്ട് പ്ലസ് എന്തുകൊണ്ട്? ഒരു ന്യൂട്രോണും ഉണ്ട് അല്ലേ? ഇവിടെയോ? ഇവിടെ ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട് അല്ലേ? ഇവിടെയോ? ഇവിടെ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. ഇത് ചേർന്നിട്ടാണ് ഇവിടെ 4 ആയത് അല്ലേ? ഇവിടെ 2+1 വന്നപ്പോഴാണ് ഇവിടെ 3 ആയത്. ഇവിടെ 1+1 വന്നപ്പോഴാണ് ഇവിടെ 2 ആയത് അല്ലേ? ഇവിടെ 1+0 ആയപ്പോഴാണ് ഇവിടെ 1 ആയത്. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ റിലേഷൻ നിങ്ങൾക്ക് ചോദിക്കാം. നീറ്റിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ചോദിക്കും, നമുക്ക് പെട്ടെന്ന് തോന്നാം എ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഇസഡ് ആവാമല്ലോ എന്ന് തോന്നാം അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഏതിരിക്കാൻ തോന്നും? ഓൾവേസ് എ ഗ്രേറ്റർ ദാൻ ഇസഡ് ഇതിരിക്കാൻ തോന്നും. പക്ഷെ അതല്ല ഉത്തരം. കാരണം എന്താണ്? എക്ക് ഇസഡിനേക്കാളും ഗ്രേറ്ററും ആകാം, ഈക്വലും ആവാം അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏത് വരണം? 4 വരണം. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഇസഡ് വരുമ്പോഴേക്കും അവിടെ എപ്പോഴും അങ്ങനെ തന്നെ വേണമെന്നില്ല. മനസ്സിലായോ? എപ്പോഴും എങ്ങനെയും വരാം. എ ക്യാൻ ഓൾസോ ബി ഈക്വൽ ടു ഇസഡും വരാം. മനസ്സിലായോ? അപ്പം ഈ ഒരു റിലേഷൻ ഓർത്തിരിക്കുക. എ എന്താണ് ഇസഡ് എന്താണ്? ആ കൺഫ്യൂഷൻ ആദ്യം നമ്മൾ മാറ്റണം. ഇസഡ് എന്ന് പറഞ്ഞാലാണ് അറ്റോമിക് നമ്പർ. അവൻ ചെറുതാണ്, ഓൾമോസ്റ്റ് കേസസിലും ചെറുതാണ്. ആരെക്കാളും? എ എന്ന മാസ് നമ്പറിനെക്കാളും. കാരണം എന്താണ്? മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 നമ്പർ മാത്രമേ ഉള്ളൂ, പ്രോട്ടോണിൻ്റെ നമ്പർ മാത്രമേ ഉള്ളൂ. ഇവനെ വെച്ചിട്ടാണ്, ഈ അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ ആൾക്കാരെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആരുടെ എണ്ണത്തിനനുസരിച്ചാണ്? നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടോണിൻ്റെ എണ്ണം ഒരു ന്യൂക്ലിയസിൽ നിന്ന് മാറിയാൽ ആളെ മറിക്കും അല്ലേ? ഹീലിയം എന്ന് പറയുമ്പോഴേക്കും അവന് 2 പ്രോട്ടോൺ ഉണ്ട്. അവനിൽ നിന്ന് ഒരു പ്രോട്ടോൺ പോയി കഴിഞ്ഞാൽ അവൻ എന്തായിപ്പോൾ? ഹൈഡ്രജനായി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒരു എന്താ പറയുക ഇൻട്രാക്ഷൻ ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഈ 3 എന്താ പറഞ്ഞാൽ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ ആണ് അല്ലേ? ഐസോടോപ്പ് എന്ന് പറയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, സെയിം പ്രോട്ടോൺ അല്ലേ? സെയിം ആളാണ്, പക്ഷേ ന്യൂട്രോണിൻ്റെ എണ്ണം വ്യത്യാസമാണ്. ഇതാണ് പറയാം. ഓക്കെ, പ്രശ്നം എന്തെങ്കിലും എഴുതിയിട്ടുള്ളത്?